സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിലെ പ്രധാന പ്രതികളായ രാജ്യാന്തര കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കേരള പോലീസ്. ഓഹരി വിപണിയിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.65 കോടി രൂപ തട്ടിയ കേസിൽ 2 തായ്വാൻകാരാണ് പിടിയിലായത്. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പിലെ ബുദ്ധി കേന്ദ്രമായ തായ്വാൻ പൗരന്മാർ വാങ് ചുൻവെയ്, ഷെൻ വെയ്ഹൌ എന്നിവരുടെ അറസ്റ്റ് കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മറ്റൊരു ഉദാഹരണമായി. രാജ്യത്ത് തന്നെ ഓൺലൈൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലാണ്. കേസിൽ മുമ്പ് പിടിയിലായ പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. പ്രതികൾ കേരള പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ഇവർക്കായി വല വിരിക്കുന്നതിനിടെയാണ് പ്രതികളെ സമാന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതികളെ കൈമാറുകയായിരുന്നു. അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് ധൻബാദ് എക്സ്പ്രസിൽ ആലപ്പുഴയിൽ എത്തിച്ചു. ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ബുധനാഴ്ച ചേർത്തല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. 2023 സെപ്റ്റംബർ മുതൽ 2024 മെയ് വരെയുള്ള കാലത്താണ് ഡോക്ടർ ദമ്പതികൾക്ക് പണം നഷ്ടമായത്. കേസിൽ ആദ്യം കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ് അബ്ദുൾ സമദ് എന്നിവരെയും പിന്നീട് ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും നിർമ്മൽ ജെയിനെയും പിടികൂടി. ഇവരിൽ നിന്നാണ് മുഖ്യപ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. 1 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പായതിനാൽ സൈബർ പോലീസിന്റെ പങ്കാളിത്തത്തോടെ 4 പ്രത്യേക സംഘം ഉണ്ടാക്കിയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചത്. സംസ്ഥാനത്ത് നടന്ന മറ്റ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികൾക്ക് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു. എന്തായാലും കേരള പോലീസ് പ്രതികൾക്ക് പിന്നാലെ തന്നെയുണ്ട്. ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ നടക്കുന്ന ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് അന്വേഷണത്തിലും പണം വീണ്ടെടുക്കലിലും ബോധവൽക്കരണത്തിലും മുന്നിൽ കേരള പോലീസ്. രാജ്യത്ത് കൂടുതൽ പ്രതികൾ വലയിലാകുന്നത് കേരളത്തിലാണ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ 700 കോടി നഷ്ടമായപ്പോൾ 200 കോടി രൂപയും കഴിഞ്ഞ 11 മാസത്തിനിടെ വീണ്ടെടുത്തു. വിവിധ കേസുകളിലായി 300 പേരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിന് പുറത്തുള്ള പ്രതികളിലേക്ക് എത്താനും കേരള പോലീസിനായി. കേസുകൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നതും കേരളമാണ്. വ്യാജ അറിയിപ്പ് ലഭിച്ചാലുടൻ അറിയിക്കണമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നു. തട്ടിപ്പിന് ഇരയായാൽ 1 മണിക്കൂർ ഗോൾഡൻ അവറാണ്. ഇതിനകം 1930 എന്ന നമ്പറിൽ പരാതി നൽകാം. 10,000-കണക്കിന് വെബ്സൈറ്റ് ലിങ്കും വെബ്സൈറ്റും ബാങ്ക് അക്കൗണ്ടും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.